വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം പൂർത്തിയായിരിക്കുകയാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയുമായി മുന്നോട്ട് തന്നെയെന്ന് തന്നെയാണ് നയപ്രഖ്യാപനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. 1 മണിക്കൂർ 13 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ സമഗ്ര മേഖലകളെയും സ്പർശിച്ചിട്ടുണ്ട്, എല്ലായിടത്തും എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആർ ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്തായി സൂചിപ്പിച്ചതുപോലെ എല്ലാ മേഖലകളെയും സമഗ്രമായി തന്നെ പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ഏത് രീതിയിൽ നടപ്പാക്കണം എന്നുള്ള ഒരു ആശയം കൂടി അറിയേണ്ടതുണ്ട്. ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക സർക്കാർ എന്നറിയേണ്ടതുണ്ട്. നിലവിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ എങ്ങനെയാണ്? അമൃത, സംസ്ഥാനത്തെ സർക്കാരിൻ്റെ സാമ്പത്തിക നില വലിയ സമ്മർദ്ദത്തിലാണ് എന്നാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞിരിക്കുന്നത്. അതായത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോവുകയാണെന്നും സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു ധവളപത്രം വൈകാതെ പുറത്തിറക്കുമെന്നും ഈ നയപ്രഖ്യാപന പ്രസംഗം പറയുന്നുണ്ട്. എന്നാൽ സാമ്പത്തിക രംഗത്തെ ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികളൊന്നും ക്ഷേമപ്രവർത്തനങ്ങളെ ബാധിക്കില്ല എന്ന ഉറപ്പ് കൂടി അതിന് തൊട്ടു പിന്നാലെ ഗവർണർ നൽകുന്നുണ്ട്. ദുർബല വിഭാഗങ്ങളെയും ദരിദ്രരായ ആളുകൾക്കും വേണ്ട ക്ഷേമപ്രവർത്തനങ്ങളെ ഒന്നും ഈ സാമ്പത്തിക പ്രതിസന്ധി ദോഷകരമായി ബാധിക്കില്ല എന്ന കാര്യം ഉറപ്പ് നൽകുന്നു എന്ന വാചകമാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ളത്. എന്നാൽ സാമ്പത്തിക സ്ഥിതി ഇത്രയും സങ്കീർണമാകുമ്പോൾ തന്നെ ഈ സാമ്പത്തിക സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും മറ്റ് ചോർച്ചകൾ തടയുന്നതിനും അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് സർക്കാർ തങ്ങൾ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ട്. നേരത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും മറ്റ് നേതാക്കളുമൊക്കെ അക്കാര്യം സൂചിപ്പിച്ചാണ്. അതിൻ്റെ പ്രതിഫലനം എന്നോണമുള്ള ചില പരാമർശങ്ങളും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ. മുൻ സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്ര വിമർശനം നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഒരു മുഖ്യ ചേരുവയായിരുന്നെങ്കിൽ ഈ യു.ഡി.എഫ് സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അത്തരം പരാമർശങ്ങളെ ഇല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഫെഡറൽ തത്വത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു മികച്ച ബന്ധമാണ് കേന്ദ്ര സർക്കാരുമായി സംസ്ഥാനം ആഗ്രഹിക്കുന്നത് എന്ന പരാമർശമാണ് ഉള്ളത്. മാത്രമല്ല നെഹ്റുവിൻ്റെ ഒരു വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ് നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങുന്നത് തന്നെ. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലത്, പൊതുനന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന ആദ്യ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സർക്കാർ പ്രയാണം ആരംഭിക്കുന്നതെന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ നയം, അത് കേന്ദ്ര സർക്കാരിനോടാണെങ്കിലും അടക്കമുള്ള നയം എന്താണെന്ന കാര്യം കൂടി വ്യക്തമാക്കപ്പെടുകയാണ്. അപ്പോൾ ഒരു പരസ്പര വിശ്വാസത്തിലൂന്നിയുള്ള ഒരു സഹവർത്തത്തിലൂന്നിയുള്ള ഒരു നീക്കമാണ് സർക്കാർ ആഗ്രഹിക്കുന്നതിന് സന്ദേശമാണ് ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വി.ഡി. സതീശൻ സർക്കാർ നൽകുന്നത്. അതാണ് ആർ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രവുമായി ഏറ്റുമുട്ടൽ ഇല്ലാതെ നയപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. കേന്ദ്രത്തിനെതിരെ പരാമർശങ്ങളില്ല എന്നുള്ളത് ഏറെ പ്രധാനമാണ്. കേന്ദ്ര സർക്കാരുമായുള്ള ക്രിയാത്മകമായ ഇടപെടലിൽ സംസ്ഥാന സർക്കാർ ഉറച്ചു വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ നിന്ന് അവകാശപ്പെട്ട സാമ്പത്തിക വിഹിതവും പരിഗണനയും ഉറപ്പാക്കാനുള്ള ശ്രമം ശക്തിപ്പെടുത്തുമെന്നും ഈ നയപ്രഖ്യാപനത്തിൽ സർക്കാർ ഒരിക്കൽ കൂടി പറയുകയാണ്. ഒപ്പം തന്നെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് സ്ത്രീകളെയും അതോടൊപ്പം തന്നെ വയോജനങ്ങളെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു നയപ്രഖ്യാപനമാണ് ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ നടത്തിയിരിക്കുന്നത്. ആ നയപ്രഖ്യാപന പ്രസംഗം പൂർത്തിയായിരിക്കുന്നു. ഇന്നത്തേക്ക് സഭ പിരിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ നയപ്രഖ്യാപനത്തോടൊപ്പം ഇനി ഈ പദ്ധതികളൊക്കെ എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതാണ് ഇനി നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.